നമസ്കാരം. മലയാളത്തിൽ ഒരു എ സർട്ടിഫൈഡ് സിനിമ ഇത്രയും വലിയ കളക്ഷൻ റെക്കോർഡുകളൊക്കെ തീർക്കുമെന്നത് നമ്മൾ സ്വപ്നം പോലും കഴിയിട്ടില്ല അല്ലേ. അതിനൊരു ഏറ്റവും പ്രൈം എക്സാമ്പിൾ ആയിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രം ഒരു എ സർട്ടിഫൈഡ് സിനിമയായിട്ട് പോലും പ്രേക്ഷകർ ഇരു കൈ നീട്ടി ആ സിനിമയെ സ്വീകരിച്ചു. പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ആ സിനിമ കണ്ടു. 100 കോടി ക്ലബിലേക്ക് മാർക്കോ ഇടം നേടി. അതിനേക്കാളുപരി ഒരു ഇന്റർനാഷണൽ അപ്പീൽ ആ സിനിമയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നാകെ മലയാള സിനിമയ്ക്ക് മാർക്കോയെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. മാർക്കോയുടെ രണ്ടാം ഭാഗമായ ലോർഡ് മാർക്കോ അണിയറയിൽ ഒരുങ്ങുകയാണ്. അത് പ്ലേ ചെയ്യാൻ പോകുന്നത് ആരാണ്? പല പല പേരുകൾ, യാഷ് തൊട്ട് മമ്മൂക്ക വരെയുടെ പേരുകൾ അവിടെ എത്തി നിൽക്കുന്നുണ്ട്. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മമ്മൂക്കയും വെച്ച് വേറൊരു സിനിമ ചെയ്യാൻ പോകുന്നതിനുള്ള അനൗൺസ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് ലോർഡ് മാർക്കോയുമായി ബന്ധപ്പെട്ടതാണോ തുടങ്ങി നിരവധി സംശയങ്ങൾ ഒക്കെ തീർത്ത ഒരു എ സർട്ടിഫൈഡ് സിനിമയായിരുന്നു മാർക്കോ. അതിനുശേഷം വന്ന ഒരു എ സർട്ടിഫൈഡ് സിനിമ മലയാളത്തിൽ നിന്ന് നല്ല കളക്ഷൻ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്ന 25 ദിവസം പൂർത്തിയാക്കിക്കൊണ്ട് 82 കോടിയോളം രൂപ കളക്ഷൻ റിപ്പോർട്ട് നേടിയ പ്രണവ് മോഹൻലാൽ നായകനായ DS ഇറെ എന്ന ചിത്രം തന്നെയാണ്. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ ജിബിൻ ഗോപിനാഥ്, പ്രണവ് മോഹൻലാൽ എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിലേക്ക് എത്തിയിരുന്നത്. അതിന് കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും അത് പുറത്ത് പറയുന്നില്ല, സിനിമ കാണാത്തവരുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ സിനിമ തിയേറ്ററുകളിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് റിലീസിൻ്റെ തലേ ദിവസമാണ്. അതൊരു പെയ്ഡ് പ്രീമിയർ ഷോ ആയിരുന്നു. പ്രേക്ഷകരൊട്ടാകെ, ജനങ്ങളൊട്ടാകെ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും അത് ബുക്ക് ചെയ്തുകൊണ്ട് പ്രധാന പല സെൻറ്റേഴ്സിലും അതിൻ്റെ പെയ്ഡ് പ്രീമിയേഴ്സ് ഉണ്ടായിരുന്നു. ഗംഭീരമായ അഭിപ്രായങ്ങൾ തലേ ദിവസം തന്നെ പ്രീമിയർ ഷോസിലൂടെ നേടി. നമ്മളൊക്കെ അതിന് റിവ്യൂ കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമ ഉണ്ടാക്കിയൊരു വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. അതൊരു എ സർട്ടിഫൈഡ് സിനിമയായിട്ട് ഇത് പേടിപ്പിക്കുന്ന പല രംഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പ്രേക്ഷകരൊന്നാകെ ഈ സിനിമ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിനുശേഷമാണ് പ്രണവ് മോഹൻലാൽ എന്ന നടൻ തൻ്റെ അച്ഛനായ മോഹൻലാലിൻ്റെ അതേ റെക്കോർഡിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഹാട്രിക് 50 കോടി ക്ലബിൽ നേടുന്ന മോഹൻലാലിന് ശേഷമുള്ളൊരു മലയാള നടനായിട്ട് പ്രണവ് മോഹൻലാൽ മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് ഇതേ കാലയളവിൽ തന്നെയാണ്. മോഹൻലാലും പ്രണവ് മോഹൻലാലും മാത്രമുള്ള റെക്കോർഡുകൾ തീർത്തത് പ്രണവ് മോഹൻലാൽ തീർത്തത് DS ഇറയിലും കൂടിയാണ്. ഇനി ഈ സിനിമ ഉണ്ടാക്കുന്ന കളക്ഷൻ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നത് സംസാരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു എ സർട്ടിഫൈഡ് സിനിമയായാലും ഒരു UA ആയാലും ഒരു U ആയാലും ഏത് സർട്ടിഫൈഡ് സിനിമയാണെങ്കിൽ പോലും പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സിനിമ തിയേറ്ററിൽ ഓടും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് DS ഇറെ. 18 വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സിനിമ ഫാമിലി സ്വാഭാവികമായും തിയേറ്ററിൽ നിന്നും പലരും പിന്മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം കുട്ടികൾക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കാണാൻ കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അവരെ അക്കമ്പനി ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ പല കുടുംബങ്ങളും വരാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ യൂത്ത്, വേറെ കുടുംബങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് DS ഇറെ ഇത്ര വലിയ വിജയത്തിലേക്ക് ആക്കുമ്പോഴാണ് പല നിർമ്മാതാക്കളും മുന്നോട്ട് വെക്കുന്ന ആശങ്ക. ഇതൊരു എ സർട്ടിഫൈഡ് സിനിമയാണെങ്കിൽ കുടുംബങ്ങൾ വരില്ല, ആളുകൾ കാണാൻ വരില്ല എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ വെട്ടിക്കീറി രണ്ടാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് DS ഇറയുടെ കളക്ഷൻ റിപ്പോർട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പല റൂമറുകളും അതിനിടയിൽ കേൾക്കുന്നുണ്ട്. രാഹുൽ സദാശിവൻ ഉടനെ തന്നെ വേറൊരു സിനിമകൾ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആരാണ് ക്രൂവോ കാസ്റ്റ് എന്നത് വ്യക്തമല്ല. പ്രണവ് മോഹൻലാൽ ആവട്ടെ അടുത്തത് അൻവർ റഷീദുമായിട്ടൊരു സിനിമ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ എന്നാൽ പോലും DS ഇറെ വാസ് എ കംപ്ലീറ്റ് പാക്കേജ്. ഒരു തിയേറ്ററിൽ നിന്നുകൊണ്ട് ഒരു ഹൊറർ പടത്തെ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെ ആ സിനിമ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു മലയാളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പുതുമ സമ്മാനിക്കുകയും കുറച്ചൊക്കെ ഞെട്ടലും കുറച്ചൊക്കെ ചിൽ മൊമെൻറ്റ്സും ഒക്കെ നൽകുന്ന ഒരു സിനിമയാക്കിയും കൂടി പ്രണവ് മോഹൻലാലിൻ്റെ DS ഇറെ മാറുകയും ചെയ്യുന്നൊരു പശ്ചാത്തലവും ഉണ്ടായി. അങ്ങനെ DS ഇറെ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ ചർച്ചയാകുന്നത്. മലയാള സിനിമയിൽ പലരും പറയാവുന്ന ഒരു കാര്യം, പല പ്രൊഡ്യൂസേഴ്സും മുന്നോട്ട് വരുന്നില്ല, മുന്നോട്ട് വരുന്നാൽ പോലും അവർക്ക് ലാഭം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് വൈനോട്ട് സ്റ്റുഡിയോസ് പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹൊറർ സിനിമയുമായി വരുന്നത്. വൈനോട്ട് സ്റ്റുഡിയോസും അവർ മുന്നോട്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും കൂടി ഇവർ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർ ഹൊറർ സിനിമകൾ മാത്രം ചെയ്യുന്നൊരു കമ്പനിയായിട്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് മാറ്റുമെന്നായിരുന്നു. അങ്ങനെ കൃത്യമായി ഭ്രമയുഗത്തിന് ശേഷം അവർ DS ഇറെ ചെയ്യുന്നു. രണ്ടും വലിയ വിജയം ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അങ്ങനെ ഹൊറർ സിനിമകൾ ചെയ്യാൻ രാഹുൽ സദാശിവനും അത് സ്വീകരിക്കാൻ മലയാളി ഓഡിയൻസും ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ സാഹചര്യവും കൂടിയാണ് നിലവിൽ സൂചിപ്പിക്കുന്നത്. പ്രണവ് മോഹൻലാൽ എന്ന നടൻ ആഴ്ചയിലോ മാസങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കിടയിൽ മാത്രം വരുന്ന ഒരു നടൻ, മാധ്യമങ്ങളെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു താരം, മാധ്യമങ്ങളുമായി ഒരു തരത്തിലുള്ള അടുപ്പം പുലർത്താത്ത താരം വരുന്നു, സിനിമകൾ ചെയ്യുന്നു. തൻ്റെ എക്സ്പ്ലോറിംഗ് ആക്ടിവിറ്റീസിലോ അഡ്വഞ്ചറസ് റൈഡ്സിലേക്കും ഒക്കെ പ്രണവ് മോഹൻലാൽ കടക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അല്ലാതെ പ്രണവ് മോഹൻലാലിൻ്റെ അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി കിട്ടാറുമില്ല. അങ്ങനെ ഒരു നടനെ മലയാളത്തിൽ കാണുന്നതും വളരെ വിരളമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്കും ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ക്യൂരിയോസിറ്റി പ്രേക്ഷകരെ പ്രണവിനെ തിയേറ്ററിൽ പോയി കാണാനുള്ള ക്യൂരിയസ് മൊമെന്റും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഡിയർ സിയറെ കാണാൻ വേണ്ടിയിട്ടും പ്രേക്ഷകരെത്തുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. 100 കോടിയിലേക്ക് അടുക്കുമോ ഡിയർ സിയറെ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 25 ദിവസങ്ങൾക്ക് പിന്നിടുമ്പോൾ ഇനി വരാൻ കുറച്ചധികം സിനിമകൾ ബാക്കിയുണ്ട്. ഡിയർ സിയറയുടെ ഷോ കൗണ്ടുകൾക്ക് സ്വാഭാവികമായും കുറയും. ഒരു 20 ദിവസമൊക്കെ പിന്നിടുന്ന ഒരു സാഹചര്യം പലപ്പോഴായി സിനിമ ഇൻഡസ്ട്രിയിൽ പോലും ഉണ്ടാകാറില്ല. എത്രയോ സിനിമകളാണ് ഒരു 20 ദിവസം കഷ്ടപ്പെട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് 25 ദിവസങ്ങൾക്കേക്ക് ഈ സിനിമ പോകുന്നത്. അതോടൊപ്പം തന്നെ പല ഷോസും ഇപ്പോഴും ഫുള്ളായിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് ഇനി എത്ര ഷോകൾ, ഇനി ഒരു 100 കോടിയിലേക്ക് സാധ്യതയുണ്ടോ? 100 കോടി ക്ലബിലേക്ക് പ്രണവ് മോഹൻലാൽ തൊടുമോ ഡിയർ സിയറയിലൂടെ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ബാക്കി നിൽക്കുകയാണ്. അതിനുള്ള ഉത്തരങ്ങളും അവശേഷിക്കുകയാണ്.